നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. വെൽക്കം എവരിബഡി. ആനന്ദവും സന്തോഷവും നിറയുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കുസൃതി നിറഞ്ഞ മുഹൂർത്തങ്ങളുമായി നമ്മുടെ കുറുമ്പൻ കൂട്ടുകാർ ദേ വരുന്നു, കാട്ടിലെ കൂട്ടുകാർ. കഷ്ടം തന്നെ ഗംഭീർ. എന്താ മോട്ടു ഇത്ര കഷ്ടം വെക്കാനായിട്ട്? അതെ, ഇത്ര വിഷമിക്കാൻ മാത്രം എന്ത് വാർത്തയാണുള്ളത്? ഇത് കണ്ടോ, വരൾച്ചയും ഭക്ഷ്യക്ഷാമവും. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള വാർത്തയത്. ഓ, കഴിഞ്ഞ ആഴ്ചയും പത്രത്തിലുണ്ടായിരുന്നുട്ടാ. ആ പങ്കലങ്കാട്ടിലല്ലേ? ആ അതെ ഗംഭീർ. നമ്മളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്. ശരിയാ, പീലി പറഞ്ഞത് 100% ശരിയാ. നമ്മളും മറ്റുള്ളവരുടെ വിശപ്പറിയണില്ല. മറ്റുള്ളവര് ഭക്ഷണം കഴിച്ചോന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കണില്ല. അതെ, നമുക്ക് തിരക്കല്ലേ, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെയുള്ള തിരക്ക്. ശരിയാ, നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന അവസ്ഥ ആലോചിക്കാനേ പറ്റുന്നില്ല. നമ്മൾ വിശപ്പകറ്റിയ ശേഷം കളയുന്ന ഭക്ഷണത്തിന്റെ അളവ് എത്രത്തോളം ആണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാ? ശരിയാ, നമ്മൾ വെറുതെ കളയുന്ന ഭക്ഷണം വിശന്ന് വലയുന്നവർക്ക് ഒരു നേരം ജീവൻ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? പങ്കിലങ്കാടിനെ രക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. എങ്ങനെ? മോട്ടുവിന്റെ ഐഡിയ പറഞ്ഞേ. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാമെന്നേ. നമുക്ക് ഇവിടെ വമ്പസാരെ കണ്ടിട്ട് കാര്യം പറഞ്ഞാലേ? അത് കൊള്ളാം. പക്ഷേ സാറിന് നേരത്തെ വീട്ടിൽ പോയല്ലോ. എന്നാ പിന്നെ സമയം കളയണ്ട, വാ നമുക്ക് വമ്പൻ സാറിനെ കണ്ട് ഒരു തീരുമാനത്തിലെത്താം. ശരി, പിന്നെ ചായയുടെ കാശ് പറ്റൂസ് എഴുതിക്കോളൂട്ടാ, അത് മറക്കണ്ട. അത് പറയാനുണ്ടോ? കണ്ടില്ല. ഇത് വെച്ചോ, പോയേക്കാം. ഇതൊക്കെ എത്രയും പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? ആ മോട്ടുവിനെയോ ഗംഭീറിനെയോ കിട്ടിയിരുന്നുവെങ്കിൽ ഒരു സഹായമാവുമായിരുന്നു. എന്തു ചെയ്യാനാ, അവരാണെങ്കിൽ കുറച്ചു ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. കുറച്ചു ദൂരം നടക്കണമെന്നേ ഉള്ളൂ. എന്തായാലും പോകാൻ റെഡിയാവാം. സാറേ, സാർ ഇവിടെ ഇല്ലെന്നാ തോന്നുന്നേ. ദേവാതിൽ നടച്ചിട്ടില്ലല്ലോ. സാർ എന്തേലും ഇവിടെ കാണുന്നേ? എന്തോ ചാക്കിനകത്ത് തറച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോഴേ സാറ് ചന്തയില് പോയിട്ട് ദിപ്പ വന്നിട്ടുണ്ടാവുള്ളൂ. അത് ശരിയാ. സാറേ, സാറേ, സാറേ,
ദേ ഇതാരൊക്കെയാ? വാ വാ കയറിയിരിക്കും. മക്കളെ, ഞാനിപ്പം നിങ്ങളെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്താണ് സാറേ എന്തപ്പുണ്ടായേ? അതൊക്കെ ഉണ്ട്. സാറിപ്പം ചന്തയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതെന്താ വീലി അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ ചാക്ക് ഇവിടെ കണ്ടതുകൊണ്ട് ചോദിച്ചതാ. ഓ, ഇതോ ആ പങ്കിലങ്കാട്ടിൽ കൊണ്ടുകൊടുക്കാനുള്ളതാ. ഇതെന്തപ്പോ കേട്ടത്? പങ്കിലം കാട്ടിലോ? അതേന്ന്, അവിടെ ആകെ പ്രശ്നമാ. പട്ടിണിയും പരിവട്ടവും. അതെ സാർ, ഞങ്ങൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനാ ഇവിടെ എത്തിയത് തന്നെ. ഓഹോ, അതന്നെ പങ്കലങ്കാട്ടിലെ കൂട്ടുകാരെ എങ്ങനെ സഹായിക്കുമെന്നതിനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ ചർച്ച. വെരി ഗുഡ്, സാറിന്റെ അടുത്ത് വന്ന് ഒരു പ്ലാൻ ആലോചിക്കാമെന്ന് കരുതിയിട്ടാ വന്നേ. വെരി ഗുഡ്. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ച ദൈവത്തിന് സ്തുതി. ഞങ്ങള് പത്രത്തിൽ കണ്ട വിവരങ്ങൾ അറിഞ്ഞത്. മക്കളെ, ഞാൻ ചെറിയ തോതിൽ ഒരു സഹായം എന്ന നിലയ്ക്കാ ഈ സാധനങ്ങൾ സ്വരൂപിച്ചത്. ഇനി ഞങ്ങളുണ്ട് സാറിന്റെ കൂടെ ട്ടാ. വളരെ നല്ലത്. ഇത് നമുക്ക് നമ്മുടെ പ്രശ്നമായിട്ട് എടുക്കണം. തീർച്ചയായും സാർ, ഞങ്ങൾ എന്തിനും തയ്യാറാ. അതെ, ഞാനൊരു കാര്യം പറയാം. ആദ്യം ഈ സാധനങ്ങൾ നമുക്ക് അവിടെ എത്തിക്കാം. ഇങ്ങോട്ട് വയ്ക്കാൻ ഇതൊക്കെ ഞങ്ങൾ ഏറ്റു. ശരി. അതിനുശേഷം നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. പങ്കിലങ്കാട്ടിലെ കൂട്ടുകാർക്ക് ഒരു താങ്ങായി, ഒരു തണലായി പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷം സാർ, ഞങ്ങൾ എപ്പോഴേ റെഡി. നമ്മൾ വീടുകൾ കയറി വസ്ത്രം, ഭക്ഷണം എന്നിവ ശേഖരിക്കുന്നു. അവ വളരെ കൃത്യമായി ക്യാമ്പിൽ എത്തിക്കുന്നു. ഓക്കേ സാർ, ഞങ്ങൾ റെഡി. എങ്കിൽ നിങ്ങൾ ചെല്ലേ, ഞാനിത് ക്യാമ്പിൽ എത്തിക്കട്ടെ. ഞങ്ങളും വരാം സാർ. ഇത് ഞാൻ കൊണ്ടുപോയി. അയ്യോ അത് വേണ്ട സാറേ, ഞങ്ങൾ സാറിന്റെ കൂടെ വരാന്ന്. എങ്കിൽ ശരി, ഈ 2 ചാക്കും നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തുകൊള്ളൂ. ശരി സാറേ, ശരി സാറേ. ഒക്കെ ഞങ്ങൾ ഏറ്റു. ഇത് പിടിക്കുക. അത് നീ ഞാൻ ഇത് കൊണ്ടുപോവാ. എടുത്തോളാം. വാ. ആ, ചെല്ലു. അയ്യോ, മറന്നുപോയി. ശ്ശോ. സൂക്ഷിച്ച്, നല്ല ഭാരം കാണും ഇത് കേട്ടോ. ഞാൻ എടുത്തോളാം. എന്റെ അമ്മ, ഭയങ്കര വെയിറ്റ് ഇട്ടതിന്. ഇതിനുണ്ട്. മടുത്തു. ഇതൊന്ന് തിന്നാൻ തോന്നുന്നില്ലല്ലോ. തിന്നാനും പറ്റുന്നില്ല, ആർക്കും കൊടുക്കാനും പറ്റുന്നില്ല. ആ, ഇത് കളയാം. നാളെ കഴിക്കാൻ വേറെന്തെങ്കിലും വാങ്ങാം. ദേ നമ്മുടെ പപ്പീസ്. പപ്പീസേ, അയ്യോ, എന്താ ഇവിടെ പരിപാടി? ഇത് എവിടെ നിന്നാ വന്നത്? ശ്ശെടാ, ഇവരിതൊക്കെ കണ്ട കുഴപ്പത്തിലാകുമല്ലോ. തരികിടെ ആണല്ലോ. എന്താ പരിപാടി? ഒന്നുമില്ല, ഞാൻ വെറുതെ എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടല്ലോ. അതെ അതെ, ഒന്നുമില്ലാതല്ല. എന്താ ഇത്? ഭക്ഷണം വാരി വലിച്ചിട്ടിരിക്കുന്നത്. ഭക്ഷണമോ? ഇതോ? പപ്പീസേ, നിനക്ക് കാശുണ്ടാവും, പക്ഷേ അത് ദുരുപയോഗം ചെയ്യരുത്. നിങ്ങൾ എന്തായി പറയുന്നേ? പപ്പീസേ, നീ ഭക്ഷണം ഇങ്ങനെ കളയുമ്പോ എത്രയോ പേർ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നു നിനക്കറിയാമോ? നീ അത് ഓർക്കണം പപ്പീസേ. ചേടാ, മോട്ട് പറ, പെട്ടെന്ന് പറ. ഞങ്ങളിപ്പോ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടാ വന്നിരിക്കുന്നത്. അതെ പപ്പീസേ, ഒരു മികച്ച പദ്ധതിയാ. എന്താ എന്താ നിങ്ങളുടെ പദ്ധതി? അത് നമ്മുടെ പങ്കിലം കാടിന്റെ അവസ്ഥ അറിയില്ലേ? ഓ, എനിക്കറിയാം. അവിടെ വരൾച്ചയല്ലേ, പിന്നെ ഭക്ഷ്യക്ഷാമവും. അതെ അതെ, പപ്പീസ് പത്രം വായിച്ചോ? ഞാൻ ഈ പഴം പൊതിഞ്ഞു കൊണ്ടുവന്ന തുണ്ടുകടലാസിൽ കണ്ടതാ. അങ്ങനെയെങ്കിലും വിവരം അറിഞ്ഞല്ലോ. അതെ, അവരെ സഹായിക്കാൻ നമ്മൾ തീരുമാനിച്ചു. നമ്മളോ? നമ്മളെന്ന് വെച്ചാ? അതേനെ, അവരുടെ ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കും. അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട. നീ ഈ കളഞ്ഞ ഭക്ഷണം ഉണ്ടല്ലോ, ഇതവിടെ അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമാവും. അതെ പപ്പീസേ, പ്ലീസ്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാ അതല്ലേ നല്ലത്? അതെ, തീർച്ചയായിട്ടും. വാ പപ്പീസേ. നീ ഇനി ആലോചിക്കൊന്നും വേണ്ട. വാ പപ്പീസേ.
ലെമ്പച്ചേട്ടനെ കാണുന്നില്ലല്ലോ. ദേ വന്നു. ആ, മക്കളെ, എന്തോ? ഇത് കുറച്ച് വസ്ത്രങ്ങൾ ചന്തേന്ന് വാങ്ങിയതാ. ഇത് നിങ്ങള് പങ്കിലങ്കാട്ടിൽ എത്തിക്കേ. ശരി. ശരി ലംബോട്ടാ. ആ മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം വമ്പൻ സാറിന്റെ മിടുക്കാ. ആ, അങ്ങനെ പറയാൻ കഴിയില്ല. വമ്പൻ സാറ് നിങ്ങളെ ഉപദേശിച്ചു. ആ ഉപദേശം ശരിയായ ദിശയിൽ നിങ്ങൾ നടപ്പിലാക്കുന്നു. അത്രമാത്രം. ലംബോ ചേട്ടാ, ചേട്ടൻ വരുന്നോ പങ്കിലങ്കാട്ടിലേക്ക്? ആ, എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് മക്കളെ. പക്ഷെ ആരോഗ്യം അത് സമ്മതിക്കുന്നില്ല. ആകെ പ്രശ്ന. വേദന കൊണ്ട് വലഞ്ഞിരിക്കാൻ ഞാൻ. ചേട്ടന് ഒന്നും സംഭവിക്കില്ല. അതെ. ഞങ്ങളോടൊപ്പം ഈ പുണ്യപ്രവൃത്തിയില് ചേട്ടനും പങ്കുണ്ടല്ലോ. ചേട്ടന് നല്ല ആരോഗ്യം ദൈവം തരും. പറഞ്ഞത് ശരിയാ. മറ്റുള്ളവരെ സഹായിക്കുന്നവരെ ഈശ്വരൻ കൈവിടില്ല. എന്തായാലും ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾ ഇത് കൊണ്ടു ചെല്ലേ. നിങ്ങൾക്ക് അത് വരും കേട്ടോ. പിടിക്ക്. ശരി ചേട്ടാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേട്ടാ, എങ്കിലും ഞങ്ങൾ പോയിട്ട് ഓ വരാം. ശരി മക്കളെ, ചെല്ലേ. ലംബോട്ടൻ. ഇത്ര നല്ല മക്കളാ. അല്ല സാറേ, നമ്മുടെ മോട്ടുവിനെയും ബീലിയെയും ഒന്നും കാണുന്നില്ലല്ലോ. അവരൊക്കെ ആ ജംഗ്ഷനിൽ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. ഓ, അങ്ങനെയാണോ? അവർ നമ്മളെ കാത്ത് മുഷിഞ്ഞു കാണും. എന്നാലും സാറേ, ഇപ്പൊ എനിക്ക് എന്തൊരു സന്തോഷവും ആനന്ദവുമാണെന്നോ. മനസ്സിലായി പപ്പീസേ. പപ്പീസിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. ഞാൻ ജീവിച്ച രീതി എത്ര മോശമായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി സാർ. ആ, വേഗം നടക്ക്. നമ്മളെ കാത്ത് അവർ നിൽക്കുന്നുണ്ട്. ഓ ശരിയാ. കാണുന്നില്ലല്ലോ. ഷെടാ, ഇനി പപ്പീസ് വമ്പൻ സാറിനെ പറ്റിച്ചു കാണും. ഏയ്, അവന് മാനസാന്തരം വന്നിട്ടുണ്ട്. അത് പറഞ്ഞത് ശരിയാ. അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പശ്ചാത്തപിച്ചുട്ടാ. അല്ല, കുറെ നേരമായോ വന്നിട്ട്? ഇല്ല സാർ, ഞങ്ങളിപ്പോ എത്തിയേ ഉള്ളൂ. ഓ, നിങ്ങളെ കാണാതായപ്പോ പീലിയെ പങ്കിലങ്കാട്ടിലേക്ക് സാധനങ്ങളും കൊടുത്ത് പറഞ്ഞയച്ചു. അത് നന്നായി. കണ്ടോ, ഈ പപ്പീസ് എത്ര എനർജറ്റിക് ആയ കാര്യങ്ങൾ നടത്തിയത്. മിടുക്കനാ പപ്പീസ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സ്വാധീനം മറ്റുള്ളവർക്ക് എങ്ങനെ മാതൃകയാകുമെന്ന് ഇപ്പോ മനസ്സിലായോ? ഒക്കെ സാറ് കാരണമാ. മക്കളെ, നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ കാട്ടിലാകെ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശാൻ ഇടയാക്കി. എല്ലാവരും നമ്മുടെ പാതയിലാ. അതെ, നമ്മളെ ആദ്യം കളിയാക്കിയവരും സഹകരിക്കാത്തവരും എല്ലാവരും പങ്കിലങ്കാടിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാ. ഈ മാറ്റത്തിന് കാരണം നിങ്ങളുടെ വിശ്രമമില്ലാത്ത പരിശ്രമമാ. ഒരു പ്രശ്നം ഗൗരവമായി കാണാനും അത് പരിഹരിക്കാനും നിങ്ങളെ പോലുള്ളവർ ഇടപെടുന്നതാണ് പ്രധാനം. നമ്മളുടെ ചെറിയ സഹായം അതൊരു പ്രദേശത്തിന്റെ, ഒരു സമൂഹത്തിന്റെ നന്മയ്ക്കായി മാറ്റാൻ നിങ്ങൾ ഓരോരുത്തരും കാരണമായി. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരുടെ കളിതമാശകൾ എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ചെപ്പ് തുറക്കേണ്ട സമയമായി. എന്ത് ചെപ്പ്? ആ, മാണിക്ക ചെപ്പ്. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ചിന്താവിഷയം പ്രശ്നങ്ങൾക്കുള്ളിൽ ഒരു അവസരം ഒളിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ആ ചിന്താവിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ വേണം അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കടലാസാണ്. കടലാസിൻ്റെ വലിപ്പം എന്താ? A4 പേപ്പർ എന്ന് പറയും. ഇത് കാണാലോ. അപ്പം സാധാരണ ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്ന പേപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന പേപ്പർ, അതും അല്ലാന്നുണ്ടെങ്കിൽ മാസിക പേപ്പർ, മാസികയിൽ നിന്ന് ഒരു പേപ്പർ നിങ്ങളിങ്ങനെ വലിച്ചു കീറിയാൽ മതി. അപ്പോൾ അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ പേപ്പർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് മേശപ്പുറത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടത്, എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ വാക്കിനെ താഴത്തെ വാക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കുക. ഇതാ നോക്കിക്കൊള്ളുക. ഇങ്ങനെ മടക്കാനായിട്ട് എപ്പോഴും നമ്മൾ മേശമേൽ വെച്ചിട്ട് മടക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മുകളിലത്തെ വാക്കിനെ
താഴത്തെ വാക്കിലൂടെ എടുത്ത് വാക്കുകൾ തമ്മിൽ ഇങ്ങനെ കൃത്യമായിട്ട് ചേർത്ത് വെക്കുക. ശേഷം ഇങ്ങനെ മടക്കിയ ഭാഗത്ത് ഒന്ന് അമർത്തി വരയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബോൺ ഫോൾഡർ വെച്ച് കഴിഞ്ഞിട്ട് അമർത്തി വരയ്ക്കുക. നമുക്കിതാ മടക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഇതെങ്ങനെയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടതുവക്കിനെ വലതുവക്കിനോട് ചേർത്ത് മടക്കണം. ഇതാ ഇങ്ങനെ. അപ്പം അതും വേണമെങ്കിൽ നമുക്ക് മേശമേൽ വെച്ച് മടക്കാം. ഇതാ ഇങ്ങനെ മേശമേലോട്ട് വെക്കുക. ഒരു ഇടതുവശത്തിനെ എടുത്തിട്ട് വലതുവക്കിനോട് ഇങ്ങനെ ചേർക്കുക. ചേർത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തി വരഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മടക്ക് പാട് കിട്ടും. ആ പാട് കിട്ടിയതിന് ശേഷം അത് നിവർത്തുക. ഇതാ അത് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ കാണാം. എന്നിട്ട് ഈ വക്കിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഒരു ഹാഫ് എടുത്തിട്ട് സെൻട്രലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ലൈനിലേക്ക് ഇങ്ങനെ ചേർത്ത് മടക്കുക. ഇപ്പം ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അതേ വേഗതയിൽ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നും അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്ത് മടക്കില്ല. പക്ഷെ അങ്ങനെ മുമ്പിലേക്ക് നിങ്ങൾ ചിന്തിച്ചൊരു മടക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത. അപ്പം ഒരു വക്ക് നമ്മൾ മടക്കിയില്ലേ, ഇനി മറ്റേ വക്ക് മടക്കണം. പക്ഷെ അത് ഇങ്ങനെ പിടിച്ചോണ്ടല്ല, അതിനു വേണ്ടി നമ്മൾ പേപ്പറിനെ തിരിച്ചു പിടിക്കണം. ഇതാ ഈ മറുവക്ക് നിങ്ങൾക്ക് മറുവക്കിനാണ് ഇനിയിപ്പോൾ മടക്കാൻ പോകുന്നത്. മറുവശം നിങ്ങൾക്ക് അഭിമുഖമാകുന്ന പോലെ പിടിക്കുക. ഈ മുകളിലുള്ള വക്കിനെ എടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് നേരത്തെ മറുവശത്ത് ചെയ്തതുപോലെ തന്നെ നമ്മൾ നടുക്കുള്ള ലൈനിലേക്ക് ഇങ്ങനെ ചേർത്ത് മടക്കും. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം ഈ വശത്ത് ഒരു ഹാഫ് ഉണ്ട്. അപ്പം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുണ്ട്. രണ്ട് വശം ഏകദേശം ഒരേപോലെ ഇരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താഴെ നമുക്ക് രണ്ട് കടലാസ് പാളികളുണ്ട്. അപ്പം അതിൽ ഒരെണ്ണത്തിനെ അതിൻ്റെ ആ വശത്തേക്ക് ഇങ്ങനെ മടക്കുക, മറ്റതിൻ്റെ മറുവശത്തേക്ക് മടക്കുക. അപ്പം മേശപ്പുറത്ത് വെച്ച് ചെയ്യുകയാണ് നല്ലത്. അപ്പം ഞാനിവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പരമാവധി എന്തേരം കടലാസ് പോകുമോ അത്രയും നമ്മൾ അങ്ങോട്ട് മടക്കുക. അതുപോലെ ഒരു വശം മടക്കി കഴിഞ്ഞത് ഇപ്പോൾ ഒരു വശം മടക്കി. ഇതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് വെക്കുക. അപ്പം മറുവശം അഭിമുഖമാകുന്ന പോലെ വെക്കുക, മറ്റേ വശം. അതിന് ശേഷം താഴെയുള്ള പേപ്പറിനെ എടുത്തിട്ട് മുകളിലേക്ക് വയ്ക്കുക. എന്താ ഈ ഒരു രീതിയിലായിരിക്കും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു വശത്ത് മടക്കിയത് പേപ്പർ ഇങ്ങോട്ട്, മറുവശത്ത് മടക്കിയ പേപ്പർ ഇങ്ങോട്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ പേപ്പറിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് കൈ കിടത്താൻ പാകത്തിനൊരു തുളയുണ്ട്, കണ്ടോ? അപ്പം അതിനകത്തോട്ട് ഇങ്ങനെ കൈ കിടത്തുക. കൈ കിടത്തി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് ഈ കടലാസ് ഇങ്ങനെ വിടർത്തുക. ഇങ്ങനെ വിടർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ രൂപം മാറിയിട്ടൊരു സ്ക്വയറായിട്ട് വരും. അപ്പം ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞിട്ട് മറ്റതിനുള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പൊങ്ങി നിൽക്കുന്നത് ന്യൂട്രലായിട്ട് മാറും. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യുക. ഇങ്ങനെ പൊക്കി വെക്കുക. അതിനുശേഷം ഇങ്ങനെ അടച്ചു. ഇത്ര ആയി കഴിഞ്ഞിട്ട് ഇതിനെ നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്യുക. ഇപ്പം നമുക്കൊരു സമചതുരം കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇപ്പം ഇതിന് താഴെ ഇങ്ങനെ രണ്ട് കടലാസ് പാളികളുണ്ട്. അപ്പോൾ അതിലൊരു പാളി എടുത്തിട്ട് അപ്പം ഒരു പാളിയുടെ ഈ മൂല എടുത്തിട്ട് ഈ മുകളിലുള്ള മൂലയോട് ചേർത്ത് മടക്കണം. ഈ മൂല ഈ മുകളിലേക്ക് മടക്കുക. ഇതാ ഇങ്ങനെ. ഇനി കടലാസിനെ നേരെ തിരിച്ചു പിടിക്കുക. ഈ മൂല എടുത്തിട്ട് മറ്റു മറുവശത്ത് ചെയ്തതുപോലെ തന്നെ മുകളിലേക്ക് മടക്കുക. ഇപ്പോൾ നമുക്കൊരു ത്രികോണാകൃതിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കൈ ഇടുക. അകത്തോട്ട് കൈ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിവർത്തുക. അപ്പം നേരത്തെ കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്തതുപോലെ സമാനമായിട്ട് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു സമചതുരം കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം. അപ്പം നമുക്ക് ഇപ്പോൾ താഴെയുള്ള മൂലയില്ലേ, ഈ മൂലയെ നമ്മൾ മുകളിലേക്ക് മടക്കുന്നു. ഇനി പേപ്പറിനെ നേരെ തിരിച്ചു പിടിക്കുക. അപ്പോൾ താഴെയുള്ള മൂല എടുത്തിട്ട് അതിനെ നമ്മൾ മുകളിലേക്ക് മടക്കുക. ഇപ്പം വീണ്ടും നമുക്കൊരു ത്രികോണാകൃതി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചെയ്തതുപോലെ വീണ്ടും ഒരു ചെറിയ ത്രികോണമാണ്. ഈ ത്രികോണത്തിനകത്തോട്ട് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ വിടർത്തുക. അതായത് മുമ്പിലേക്കും പുറകിലേക്കുമായിട്ട് ഇങ്ങനെ വലിച്ചു കഴിയുമ്പം രണ്ട് സൈഡിൽ നിന്ന് ഇതിങ്ങനെ അടുത്ത് വരും.
അടുത്ത് ഇപ്പം വീണ്ടും ഒരു സമചതുരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ 2 ത്രികോണങ്ങൾ ഇങ്ങനെ ചേർന്നിരിപ്പുണ്ട്. കണ്ടോ? ഈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രികോണങ്ങളിൽ മാത്രം കൈ പിടിച്ച് കഴിഞ്ഞിട്ട് സാവകാശം നമ്മൾ വലിക്കണം. അപ്പോൾ വലിക്കുമ്പം അകത്ത് ഇച്ചിരി പേപ്പർ ഇങ്ങനെ ചിലപ്പോൾ ചുളുങ്ങിയിരിക്കും. അപ്പം അതിങ്ങനെ കൈ ഇട്ട് കഴിഞ്ഞിട്ട് അല്പം ഒന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ ഒരു വഞ്ചി കിട്ടും. അപ്പോൾ ഇത് ഒരു സാധാരണ വഞ്ചി പോലെ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ? എന്നാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് സാധാരണ വഞ്ചിയല്ല, കുറച്ച് പ്രത്യേകതയുള്ളൊരു വഞ്ചിയാണ്. അപ്പോൾ ആ വഞ്ചി ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയധികം ചുവടുകളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ 1, 2, 3 അപ്പം ഈ നടുക്ക് ഇങ്ങനെ 3 ത്രികോണങ്ങളുണ്ട് ഈ വഞ്ചിയുടെ. ഇതിൽ ഈ 2 സൈഡിലുള്ള ത്രികോണങ്ങളെ നമ്മളിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങിപ്പോരും. കണ്ടോ? ഇതിങ്ങനെ പൊങ്ങിപ്പോരും. അതുപോലെ ഈ സൈഡിലുള്ളത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിപ്പോരും. ഇപ്പം എന്താ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അകത്തിങ്ങനെ ഒരു ത്രികോണം പൊങ്ങിയിരിപ്പുണ്ട്. 2 സൈഡിലുമായിട്ട് ഈ ത്രികോണങ്ങൾ ഇങ്ങനെ മുഴുവനായിട്ട് പൊങ്ങി വന്നിട്ടുമുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ വഞ്ചിയുടെ ഇവിടെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനിലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം വെച്ചിട്ട് ഇപ്പം നമ്മൾ നുവർത്ത് വെച്ച കടലാസിനെ നേരെ താഴേക്ക് മടക്കും മുഴുവനായിട്ട്. കണ്ടോ? അതുപോലെ പേപ്പറിനെ നേരെ തിരിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ താഴേക്ക് മടക്കുക. നമ്മൾ നേരെ ഇതിനെ തലതിരിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം അപ്പം തല തിരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഓരോ ചെറിയ ഒരു കുഴിയുണ്ട്. പേപ്പറിൻ്റെ തന്നെ ഒരു കുഴി ഭാഗമുള്ളത്. അപ്പോൾ ഇവിടെ മുകളിലേക്ക് ഇത്രയും കൂടുതലായിട്ടുള്ള കടലാസിൻ്റെ ഭാഗം നമ്മൾ മടക്കി കഴിഞ്ഞിട്ട് ഈ ത്രികോണത്തിനകത്തേക്ക് കയറ്റി വെക്കുക. ഇതെങ്ങനെ അതുപോലെ മറുവശത്തും ചെയ്യുക. അപ്പം നമ്മുടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മോഡൽ പൂർത്തിയായിരിക്കുന്നു. പിന്നെ എന്താണ് മോഡൽ നോക്കാം. അപ്പം അതിന് ആദ്യമേ നമ്മൾ ഇത് ഇച്ചിരി വിടർത്തുക. അപ്പം നോക്കുമ്പോൾ ഇവിടെ 2 കടലാസുകൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതാണ് ഈ ഭാഗത്ത്. ഈ മടങ്ങിയിരിക്കുന്ന കടലാസിനെ പതുക്കെ നമ്മളിങ്ങനെ ഉയർത്തുക. കണ്ടോ? അപ്പം നമ്മുടെ ബോട്ട് വിത്ത് ഹുഡാണ്. അതായത് ഇത് മുകളിൽ ഇങ്ങനെ ഹുഡുള്ള ഒരു ബോട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പോകും. വെള്ളത്തിലിട്ടല്ല വെറുതെ ഷോക്കേസിൽ വെക്കാനും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പല കളറിലുള്ള പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോ കളറിലും ഓരോ വലിപ്പത്തിലുള്ള ഇങ്ങനത്തെ ബോട്ടുകൾ ഉണ്ടാക്കാം. എന്നിട്ട് അവയെല്ലാം നമുക്ക് ഷോക്കേസിൽ ഡിസ്പ്ലേ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ ഒഴുകുമ്പം ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഒഴുക്കി വിടാനായിട്ട് ഉപയോഗിക്കാം. ഉണ്ടോ? പല കളറിലുള്ള ബോട്ടുകൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ചിന്താവിഷയത്തിലേക്ക് നോക്കാം. എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയം? പ്രശ്നങ്ങൾക്കുള്ളിൽ അവസരങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ഈ ബോട്ടിനെ എടുക്കാം. അപ്പോൾ ഈ ബോട്ട് എന്താണ്? ബോട്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ബോട്ട് എങ്ങനെയായിരിക്കും ആദ്യമേ കണ്ടുപിടിച്ചത്? അതേപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഏതോ ഒരു മനുഷ്യൻ നദി കിടക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രശ്നമാണ് അയാളെ സംബന്ധിച്ച് അല്ലേ? അയാൾക്ക് നദി കടന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാകും. അപ്പോൾ അയാൾ എങ്ങനെ നദി കിടക്കാമെന്ന് ആലോചിച്ച് അതിൻ്റെ പരിണിത ഫലമായിട്ട് എങ്ങനെയോ ഒത്തിരി കാലങ്ങളായിട്ട് രൂപപ്പെട്ട് വന്നതായിരിക്കണം ഈ ബോട്ട്. അപ്പം നദി കിടക്കുക എന്നുള്ളൊരു പ്രശ്നം അയാളിൽ വന്നപ്പം ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാം എന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പം ആ തരണം ചെയ്യാനായിട്ട് ആലോചിച്ചിട്ട് അയാളുടെ കഴിവുകൾ ഉപയോഗിച്ചു, ചിന്തകൾ ഉപയോഗിച്ചു. അയാൾ ഒരുപക്ഷെ മറ്റു പലരുമായിട്ട് അതേപ്പറ്റി ആലോചിച്ചിട്ടുണ്ടാകാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ബോട്ടുണ്ടാക്കി. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലത്തെ ബോട്ടൊന്നും ആയിരിക്കത്തില്ല. ആദ്യം വെറും ഒരു മരത്തടി ചിലപ്പോൾ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് അപ്പുറത്ത് പുറന്നു പോയതായിരിക്കും. പിന്നീട് ആ മരത്തടിയിൽ ഇങ്ങനെ കുറച്ച് തുളയുണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് ഇരിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്തു കാണും. അപ്പം അങ്ങനെ പല രീതിയിലായിരിക്കും ഇതിൻ്റെ പരിണാമം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ബോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ബോട്ടിൽ നമുക്കിതാ ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ ഒരു ഹുഡും കൂടിയുണ്ട്. ഈ ഹുഡ് എന്തിനാണ്? അത് വേറൊരു പ്രശ്നത്തെ തരണം ചെയ്യാൻ വേണ്ടി ആരോ കണ്ടുപിടിച്ച ഐഡിയ ആണ്. അപ്പം അങ്ങനെയാണല്ലോ നമ്മുടെ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഒരു ബോട്ട് എന്താണ്? കായലിലൂടെ പോകുമ്പോഴത്തേക്കും നല്ല വെയിലോ മഴയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നനയോ അല്ലെങ്കിൽ ഭയങ്കര ചൂടെടുക്കുകയോ പറ്റും. അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും
ഒരാൾക്ക് തോന്നിക്കാണും അതിൻ്റെ മുകളിൽ ഒരു ഹുഡ് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമായി അല്ലേ? അപ്പം ബൈബിളിലും പല അവസരങ്ങളിലും ബോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പം നോഹയുടെ പെട്ടകത്തെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു ബോട്ടായിരുന്നു. അപ്പം അതെന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? അത് ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പം ദൈവം നോഹയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ്? ഭൂമിയിൽ പ്രളയം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം ആ ഒരു വെളിപ്പെടുത്തൽ കൊടുത്തുകൊണ്ട് കാര്യമില്ല. പക്ഷേ ആ ഒരു വെളിപ്പെടുത്തൽ സത്യമാണെന്ന് നോഹയ്ക്ക് ബോധ്യമായി, അല്ലെങ്കിൽ നോഹ അത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നോഹ പ്രവർത്തിച്ചു. അപ്പം അങ്ങനെയാണ് അദ്ദേഹം വലിയൊരു ബോട്ട് ഉണ്ടാക്കുന്നത്. ആ ബോട്ടിൽ അതുവരെയുള്ള ജീവികളെ എല്ലാം കയറ്റി അദ്ദേഹം ആ പ്രളയത്തെ അതിജീവിക്കുകയാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ബോട്ടിനെ കാണാം. യേശു ബോട്ടിൽ എല്ലാവരും മറ്റേ ശിഷ്യന്മാരോടൊത്ത് മീൻ പിടിക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് കാറും കോളും ഉണ്ടാകുന്നു അല്ലേ? കാറും കോളും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രശ്നമാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ആ പ്രശ്നം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. എന്നാൽ ആ ഭയപ്പാടോടുകൂടി അവർ യേശുവിനോട് പറയുകയും, അപ്പോൾ യേശു എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നല്ലേ ചോദിക്കുന്നത് അല്ലേ? അപ്പം അദ്ദേഹം യേശു ആ കാറിനെയും കോളിനെയും, കാറും കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് കരുതിയാൽ മതി, ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് അവരെ സഹായിച്ചു. അപ്പം ഇതുപോലെയാണ്. അപ്പം നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തെയും അതിജീവിക്കാനായിട്ട് എപ്പോഴും ഒരു മാർഗമുണ്ടാകും. അപ്പം അതിൻ്റെ സിമ്പലാണ് യഥാർത്ഥത്തിൽ നാം ഇന്നുണ്ടാക്കിയ ബോട്ട്. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ പരിഹാരം എന്തെന്ന് അന്വേഷിച്ചിട്ട് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പം അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പരിഹാരം വെളിവായി വരുന്നത്. ഇന്ന് നാം ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളും, ഈ TV പോലും ആരോ ഏതോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമാണ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള വൈദ്യുതി. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി ആളുകൾ അവർക്ക് നേരിട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. അപ്പം നിങ്ങൾ ഇന്ന് എടുക്കേണ്ട തീരുമാനം ഇതാണ്. എന്ത് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാലും അതിനുള്ളിലെ അവസരത്തെ കാണാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു. ഈ ഒരു തീരുമാനത്തോടെ ആവണം നിങ്ങൾ ഈ ബോട്ട് ഉണ്ടാക്കേണ്ടത്. ഈ ബോട്ട് ഉണ്ടാക്കാനായിട്ട് മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം പോയിട്ട് ഈ ബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. എന്നിട്ടും നന്നായി മഴ പെയ്യുമ്പോൾ ഈ ബോട്ടുകളിലിട്ട് നിങ്ങൾ ആഹ്ലാദിക്കുക. അതോടൊപ്പം ഓർക്കുക, ഓരോ പ്രശ്നവും ഓരോ അവസരമാണ്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു ആക്ടിവിറ്റിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. മാണിക്കച്ചപ്പിലെ കരവിരുതുകൾ നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. ഒപ്പം അതിലെ സന്ദേശങ്ങളും. നിങ്ങൾക്കും ജീസസ് കിഡ്സിലൂടെ സന്ദേശങ്ങൾ കൈമാറാം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി നമുക്ക് പഠിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ.